പരമദിവ്യകാരുണ്യത്തിന് ഈ പ്രസൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസൻസ് സംഭവിക്കണത്? സാന്നിധ്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സാന്നിധ്യം നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ വേദനപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത്? അതിൻ്റെ കാരണം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായത് കൊണ്ടാണ്. ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം തന്നെ എത്രയോ പ്രാവശ്യം വാഗ്ദാനത്തിലുണ്ട്. ഐ വിൽ കം വിത്ത് യു എന്ന്. ഇപ്പോൾ ഐസയായുടെ വാഗ്ദാനം എന്താ? ഐസയുടെ തിരുവചനങ്ങൾ 41:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 41:10. ഭയപ്പെടേണ്ട, ഏറ്റു പറഞ്ഞ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഒന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. നെക്സ്റ്റ് വെർസിക്കൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഐസയ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത് കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതിനകത്ത് കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വെറുതെ ഒരു കേവലമായ ഇനാക്റ്റീവ് പ്രസൻസ് അല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ സംഭ്രമിക്കേണ്ട. ഇപ്പം എന്തൊരു സംഭ്രമമാണ്. കേസിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, ശരവണയും 3 കേസല്ലേ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവിക സംഭ്രമം ഉണ്ടാകും. പല ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലമായ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാക്കുന്ന സംഭ്രമമാണ്. ഈ സംഭ്രമത്തിന് ഉണ്ടാകുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ ആ സംഭ്രമം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഉടമ്പടി എന്തുമാത്രം പ്രസൻസാണ് പറയണത്. പ്രസൻസ് വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പ്രസൻസ് പറയണില്ലേ? അത് ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില പറയല്ലേ, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായി. എന്താ ഉടമ്പടി എടുത്തപ്പോൾ ധൈര്യമായത്? ഇനി ദൈവം നോക്കിക്കൊള്ളുമെന്ന്. എൻ്റെ കാര്യം എന്ത് വിഷയമായാലും ഇനി ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ, ഉടമ്പടി എടുക്കുന്നവർ വളരെ കൃത്യമായിട്ടാണ് സംഭവം എടുത്തിട്ട് അവർ ദൈവത്തെ കൂടെ നിർത്താൻ പറ്റുന്ന, ഇപ്പം നമ്മൾ ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്. അതാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്നത്? കരിസ്മാരി ധ്യാനത്തിലുള്ള വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല ഉടമ്പടി പറയണത്. ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വിശുദ്ധി പാലിക്കാൻ പറയണത്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ഇപ്പോൾ 17:1 നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെ വിശുദ്ധിയിൽ വ്യാപരിക്കണം. ഇപ്പോൾ ദൈവം ഇപ്പം മോശസിനോടും പറയണതും എബ്രഹാത്തിനോടും പറയണതും പ്രസൻസിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഈ പ്രസൻസ് അതിൻ്റെ അകത്ത് വിളിച്ചു പറഞ്ഞിട്ടില്ല.
ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, പ്രമാണത്തിൽ അച്ഛാ വീട് വെക്കാൻ പറ്റണില്ല, അച്ഛാ ഇത് വിൽക്കാൻ പറ്റണില്ല, ഈ സ്ഥലം ചില പറയാം അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ പറ്റണില്ല. എന്താണ് കാരണം? അതിൻ്റെ വഴി പ്രമാണത്തിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന്. അതാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എന്താണ്? പ്രസൻസ്. അപ്പം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം പ്രസൻസ്. നിങ്ങൾക്കറിയാമല്ലോ, അതായത് മോസസ് മരിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട്. മോസസ് ഉടമ്പടിയുടെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളാണ് മോസസ്. മോസസ് ഒരു ജനതയെ മരുഭൂമിയിൽ എങ്ങും എത്താതെ നിൽക്കുകയാണ്. വാഗ്ദാന നാട്ടിലെത്തിയിട്ടില്ല, ജോർദാൻ പോലും കടന്നിട്ടില്ല. ആ സമയത്ത് വെച്ച് മൊവാബിൽ വെച്ച് മോസസ് മരിക്കാനാകുമ്പോൾ ജോഷുവാനെ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ജോഷുവയുടെ സ്തുതിയുടെ മക്കളെ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ 31 നിയമാവർത്തനം 31:3 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 നിയമാവർത്തനം 31:3 നിയമാവർത്തനം 31:3 നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ യോശുവ നിങ്ങളെ നയിക്കും. യോശുവ നിങ്ങളെ നയിക്കും. അതായത് മോസസ് കാലയവനികയ്ക്കുള്ളിലേക്ക് പിരിയുകയാണ്. ഇത്രയും നാൾ അവർക്ക് വെളിച്ചവും തീത്തൂണുമായി ദൈവം തന്നെ മേഘസ്തംഭവും തീത്തൂണുമായിട്ടൊക്കെ നയിച്ചത് ഈ മോസസിൻ്റെ മധ്യസ്ഥ ശക്തിയിലാണ്. ആ മോസസ് എന്ന് പറയുന്ന മഹാപ്രകാശമാണ് ഇസ്രയേലിൻ്റെ മുമ്പിൽ അണഞ്ഞു പോകുന്നത്. അണഞ്ഞു പോകുമ്പോൾ മോസസ് കൊടുക്കുന്നൊരു പ്രത്യാശയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം അത് ഈ പ്രസൻസാണ്. നമ്മുടെ ജീവിതത്തിലുമൊക്കെ ആരെയും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ദൈവം ഈ ഭൂമിയിലെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ആരെയും ആശ്രയിച്ചല്ല ഈ ഭൂമിയിൽ ജീവിതം, ഭർത്താവിനെ ആശ്രയിച്ചല്ല ഭാര്യയെ ഈ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാര്യയെ ആശ്രയിച്ചുമല്ല ഭർത്താവിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മക്കളെ ആശ്രയിച്ചല്ല മാതാപിതാക്കന്മാരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കന്മാരെ ആശ്രയിച്ചല്ല മക്കളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പാഠം നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ് ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നു, അയ്യോ ഞാനെന്ത് ചെയ്യുവേ, ഈ അതിയായി എങ്ങാനും അസുഖം വന്നാൽ പിന്നെ വീട്ടിലെങ്ങനെ കഞ്ഞി വെക്കുമെന്ന് പറഞ്ഞ് കാറി നിലവിളിച്ച് അതിയാന് രോഗം വന്ന് മരിക്കണമെന്ന് ആത്മഹത്യ ചെയ്യാൻ പോണ ഭാര്യമാരില്ലേ? അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. ജീവിതം എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. വിശ്വാസി എന്ന് പറയണത് വേറൊരു വിഷയമാണ്. ഇപ്പോൾ എന്താ മോസസ് മരിക്കാൻ പോവുകയാണ്. മോസസ് ഇന്ന് വരെ ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ, ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ്. ഭൗതികമായിട്ട് ആ മനുഷ്യനില്ല, നാളെ ആ മനുഷ്യനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തി മരുഭൂമിയിൽ ആടുകൾക്ക് തുല്യം അലയാൻ വിട്ടിട്ട് ഒരാൾ കാവനെയും യുവനയ്ക്കുള്ളിൽ പോകുമ്പോൾ കൊടുക്കുന്ന അഷുറൻസ് എന്താണ്? ഈ പ്രസൻസിനെ കുറിച്ചാണ്. 31:8 വരെ വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിയമാവർത്തനം 31:6 ശക്തരും ധീരരുമായിരിക്കുവിൻ. പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. എൻ്റെ മക്കളെ, ഇതെന്ന് വെച്ചാൽ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരയായിരിക്കുക, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് എന്ത് ഗ്യാരണ്ടിയിലാണ്? പ്രസൻസിൻ്റെ ഗ്യാരണ്ടിയിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിലാണ്. എൻ്റെ ദൈവപൈതരെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. നീ ശ്രദ്ധിക്കുക, നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇന്നും ഒരു അവിശ്വാസിയെ തുടരുക എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലെ സംഭ്രമിപ്പിക്കേണ്ട സാഹചര്യങ്ങളിലെ നിന്റെ ദൈവിക വാഗ്ദാന പ്രകാരം എൻ്റെ സാന്നിധ്യം എനിക്ക് മുമ്പേ പോകുന്നു എന്നുള്ള
ശാശ്വതമായ വാഗ്ദാനത്തെ ഞാൻ അനുസ്മരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. എന്തെങ്കിലും തകർച്ച വന്നാലേ, എന്തെങ്കിലും ഒറ്റക്കായി പോകുന്ന തോന്നിയാലേ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ല. ഒറ്റക്കായി പോകുന്ന സ്റ്റാറ്റസ് ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തുമില്ല. അവിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാകും. അവർക്ക് 1000 പേര് കൂടെ നിന്നാലും ആരുമില്ലെന്ന് തോന്നിപ്പോകും. മനസ്സിലായി? ആരും കൂടെ ഇല്ലെങ്കിലും അത് നോക്കിയേ, മോശസ് മരിക്കാൻ നേരം 31:1 എടുത്തേ, 31:2 മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. നിയമാർത്ഥം 31:2 അവൻ പറഞ്ഞു എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ല. അപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാം. ചില ആൾക്കാർ ജോലി ചില സമയത്ത് പോകും, ചില സമയത്ത് ജോലി പോകും, വരുമാനം നഷ്ടപ്പെടും, കുടുംബത്തെ നയിക്കാൻ ശക്തി ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈയും കാലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കൈയായിട്ടടിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു, നിങ്ങൾ ഒറ്റക്കായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി സാക്ഷ്യം എടുത്ത് കേൾക്കണം. എന്താണ്? തൻ്റെ വാഗ്ദാനങ്ങൾ വാക്ക് പാലിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയും. കൈയിടിച്ച് കർത്താവിനെ ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, അവൻ വാക്കുമാറുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ മറ്റു പ്രാർത്ഥനാ രൂപങ്ങൾ പോലെയല്ല. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അടയിരിക്കണം, അതാണ് പ്രശ്നം. ചില പക്ഷികളൊക്കെ സ്വാഭാവികമായ രീതിയിൽ, മത്സ്യങ്ങൾ പ്രത്യേകിച്ച് മുട്ടയിട്ടിട്ട് അതുങ്ങൾ പോയി കളയും അവിടുന്ന്. ചിലത് മാത്രമാണ് അടയിരിക്കണത്. ഉടമ്പടിയുടെ രീതി, നമ്മൾ ഉടമ്പടി ചെയ്ത വചനത്തിൽ നമ്മൾ അടയിരിക്കേണ്ടി വരും. നമ്മുടെ പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, നമ്മുടെ വിശ്വസ്തയുടെ ചൂട് കൊണ്ടാണ് ഇത് വിരിയണത് ശരിക്കും. അപ്പം നിങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കറങ്ങി നടന്നിട്ട് കാര്യമില്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്താൽ ആ എല്ലാം വിരിയും, വിരിയാതെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ അതിൻ്റെ കൂടെ വിശ്വസ്തതയും വിശ്വാസവും, വിശ്വസ്തതയെന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ സൽപ്രവൃത്തികൾ, പ്രാർത്ഥനയെല്ലാം വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നു അല്ലേ, അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രോഗികളെ പോയി കാണുന്നു, അതുപോലെ തന്നെ അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു, സുവിശേഷം പ്രചരിക്കുന്നു, അതുപോലെ തന്നെ കർത്താവിനെ അറിയാൻ വേണ്ടി കൃപാസനം പത്രം മിഷൻ ജോലി ചെയ്യുന്നു. അതെല്ലാം വിശ്വസ്തതയുടെ ഭാഗമാണ്. വിശ്വാസത്തെക്കാളുപരി വിശ്വസ്തതയാണ്. ഇതെല്ലാം ഒരു തരം മുട്ടയുടെ പുറത്തിരുന്ന് ചൂട് കൊടുത്ത്, വിശ്വസ്തതയുടെ ചൂട് കൊടുത്ത്, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ മുട്ടകളെ നമ്മൾ വിരിയിക്കുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഇട്ടിട്ട് ഉത്തരവാദിത്വം ഇല്ലാതെ പോരുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കണം. അതുകൊണ്ടാണ് കൂടെ നിൽക്കാൻ പറ്റാത്തവർ ഞങ്ങൾ ഉടമ്പടി ചെയ്യിക്കാത്തത്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇവർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ചെയ്യിക്കത്തില്ല. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഉടമ്പടി ചെയ്യിക്കത്തില്ല.
അത് കാര്യത്തിൽ അവർ ചെയ്യും, ആ പ്രാർത്ഥനയൊക്കെ അവർ ചെയ്യും, അത്രേ ഉള്ളൂ. പ്രാർത്ഥന കൊണ്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതിൻ്റെ പിന്നിലുള്ള അവൻ പറയണ പോലെ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യവും ഉടമ്പടിയുടെ ഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താ? നിങ്ങൾക്ക് പലർക്കും ഉള്ളത് ക്ലാപ്പ് പേപ്പർ നോക്കുമ്പോൾ എങ്ങനെ അച്ഛൻ കണ്ട അച്ഛൻ ചോദിക്കുമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഞങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കണത്. അത് ഈ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ ഈ പിള്ളേരെ ഇരുട്ടത്ത് പോകാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ അമ്മാമ്മമാർ പറയത്തില്ലേ, കോക്കോ വരും എന്നൊക്കെ പറയത്തില്ലേ, പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി ചാത്തം വരും എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെയാണ് ഈ ക്ലാപ്പ് പേപ്പർ അച്ഛൻ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്ന കാര്യം സത്യമാണ്. എങ്ങനെ എൻ്റെ കണ്ണിൽ നിങ്ങളെ ഫ്രോഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതായിരിക്കത്തില്ല അതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. ഉടമ്പടി കത്തണത് എപ്പോഴും ദൈവസ്നേഹത്തിലാണ്, ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം. ഈ വ്യക്തിപരമായ സ്നേഹമുള്ളവർക്കുള്ള ഗുണം എന്താണെന്നറിയാവോ? വ്യക്തിപരമായ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവം പറയുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യും. ഉടമ്പടി എപ്പോഴും കത്തണത് ഇരട്ടി ചെയ്യുമ്പോഴാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെയാണ്. ഈശോ എന്താ പറഞ്ഞ? പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നീ ഇപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. യേശുവേ നന്ദി നന്ദി നന്ദി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ, ഒന്ന് പറഞ്ഞ, നിന്റെ കുടം താഴ്ത്തി തരിക, നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക, നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ദൈവം നിശ്ചയിക്കുന്ന അനുഗ്രഹത്തിന്റെ അടയാളം കണ്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പറഞ്ഞാൽ 5 ചെയ്യുന്ന ആൾക്കാരല്ല, 10 പറഞ്ഞാൽ 20 ചെയ്യുന്ന ആൾക്കാരാണ്. ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? സിറ്റുവേഷൻ പറഞ്ഞു തരാം. അതായത് ഈ വചനത്തിൻ്റെ ഉൽപ്പത്തി 24:14 സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ വിടുന്നതാണ് രംഗം. അപ്പോഴെന്താ സംഭവിച്ചത്? എബ്രാഹത്തിൻ്റെ ഗോത്രത്തിലുള്ള ആൾക്കാരെ തന്നെ വേണം, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ കലർപ്പുണ്ടാകുകയും ശക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എബ്രഹാം തീർച്ചയായിട്ടും നീ പെണ്ണ് കണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവരെ പോവുക, പക്ഷേ വിശ്വാസത്തിന് വിരുദ്ധമായി ചെയ്യരുതെന്ന് എബ്രഹാം തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും, കൈ തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും. ഉടമ്പടി ചെയ്തിട്ട് ആണ് വിടുന്നത്. അപ്പോൾ ഇവൻ ആദ്യമായിട്ട് ഹാരാനിൽ ചെല്ലുമ്പോൾ ഇവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദാസൻ എന്നാ പ്രാർത്ഥിക്കണത്? കർത്താവേ, ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം കോരാൻ ഈ നാട്ടുകാരായ സ്ത്രീകൾ ഒത്തിരി കിണറ്റി വരുന്നുണ്ട്, കിണറ്റിൻ ചുവട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങ് തന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടയാളത്തിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ അവരരയിലെ കുടം ഇങ്ങനെ കമത്തി എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു തരും. എന്നിട്ട് അവരെന്നോട് പറയണം, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറഞ്ഞാൽ, കർത്താവേ, ആ വ്യക്തിയായിരിക്കും നീ നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ യജമാനായ എബ്രഹത്തിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ വൈഫ്, ഭാര്യ എന്ന് പറയും. അതാരാണ്? റബേക്കയാണ്. ശരിക്കും ഇവൻ ചെല്ലുമ്പോൾ തന്നെ റബേക്ക പറയണത് അതാണ്. ആദ്യമായിട്ട് കാണുകയാണ്. വെള്ളം ചോദിക്കുക പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാമെന്ന് പറയും. അപ്പോൾ ഇവൻ ദൈവത്തെ സ്തുതിക്കും. എന്താ പറയണത്? ഞാൻ പറഞ്ഞത് ദൈവം കേട്ടു. എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാർത്ഥതയും അർപ്പണവുമാണ് ഉടമ്പടിയുടെ ജീവനെന്ന് പറയണത്. നിങ്ങളെ പലരും ഉടമ്പടി എടുക്കുമ്പോൾ അതൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിന്നുകൊണ്ട് ചില ചേടത്തിമാർ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് എന്നോട് പറയും, അവരങ്ങനെ പറയണല്ലോ അച്ഛാ, ഇവരെ കൊണ്ട് എന്തിനാണ് ഉടമ്പടിപ്പിച്ചത്? ഇവരിവിടുത്തെ ഉടായ്പ പറ്റിക്കാൻ വേണ്ടി ദൈവത്തിനെ പറ്റിക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയും. ഞാൻ പറയും, എന്ത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? പക്ഷേ എപ്പോഴും വർക്ക് ചെയ്യണത് ഈ ഉടമ്പടി എടുത്തിട്ട് അവർ തന്നെ അതൊക്കെ അങ്ങനെ പറയും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാ ചിന്തിക്കണത്. പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാർഗ്ഗം എന്താണ്?
ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വസ്തു വിറ്റ് കൃപാസനത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വസ്ത്ര കാഴ്ച പരിപാടി എടുക്കണില്ല. പിന്നെ എന്ത് ഞങ്ങളെന്താ ചെയ്യണത്? നിങ്ങളെ കൊണ്ട് വലിയ മിഷണറിമാരാക്കും. ഞങ്ങൾ അതാണ് ചെയ്യണത്. നിങ്ങളെ കൊണ്ട് വലിയ മിഷണറിമാരാക്കും. മിഷണറിമാക്കിയിട്ട് എന്ത് പറയും? നിങ്ങൾ ചെയ്യണ ജോലി അത് നിങ്ങളെ ഇരട്ടി ചെയ്യാൻ നോക്കണം. അത് എന്തേ ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ ഈ മൈൻഡ് സെറ്റ് ബൈബിളിലുണ്ട്. നിൻ്റെ കൂടെ 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ അതാണ് സംഭവം. 5:41 എടുത്ത് മത്തായി 5:41 1 മൈൽ ദൂരം പോകാൻ ഒന്ന് പറഞ്ഞു. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. മനസ്സിലായില്ലേ? മൈൻഡ് സെറ്റ് അതാണ്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോഴും ഒരാഴ്ച 1 രോഗിയെ കാണാനാണ് പറയണമെങ്കിൽ നിങ്ങൾ 2 രോഗികളെ പോയി കാണണം. നിങ്ങൾക്ക് എന്താ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ കയ്യിൽ നിന്ന് കാശ് പുറകല്ലേ. ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ആ വണ്ടിക്കാശ് പോയി. ഇപ്പം ഇനി രോഗികളെ പോയി കണ്ടും കാശ് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാർ, പണത്തിനും ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവർ പലപ്പോഴും ഉടമ്പടിയിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളെന്താ ചെയ്യണത്? ഇതൊന്നും ഇങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്. എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു ബിസിനസ് ലെവലിൽ ഉടമ്പടി വർക്കൗട്ട് ആകത്തില്ല. ഉടമ്പടി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ സ്നേഹിക്കുന്ന ദൈവം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, നീ എവിടെ പോയാൽ നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം വാക്ക് പാലിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിത ലക്ഷ്യമായി മാറും. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. എന്ന് വെച്ചാൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് മാക്സിമം ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷിയായി മാറാൻ വേണ്ടി നോക്കണം. അങ്ങനെ വരുന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ഒരു ആത്മാർത്ഥത ദൈവം വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നിനക്ക് ഉടമ്പടിയുടെ ഫലങ്ങളിലേക്ക് നിന്നെ ക്ഷണിക്കും ദൈവം. ഒരിക്കലും ദൈവം ആദ്യം അടയാളം കാണിക്കാൻ പറയരുത്. മനസ്സിലായ? അത് മണ്ടത്തരമാണ്. ചില ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ പറയും. എന്തെങ്കിലുമൊക്കെ ഉടമ്പടി വെച്ച 1-2 കാര്യങ്ങൾ നടക്കട്ടെ, എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്തുകെട്ട് ഇറങ്ങാം സൽപ്രവൃത്തി ചെയ്യാൻ. നിൻ്റെ സൽപ്രവൃത്തി ചെയ്തിട്ട് ദൈവത്തിന് കഞ്ഞി വെക്കേണ്ട വല്ല കഥയുണ്ടാ? നീ എന്ത് ചിന്തിച്ച് നോക്കിക്കേ. നീ എന്താ പറയണത്? ഞാൻ ഉടമ്പടിയുടെ 1-2 അടയാളങ്ങൾ ദൈവം കാണിക്കട്ടെ, അങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്ന് വെച്ചാൽ നിൻ്റെ സൽപ്രവൃത്തി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. നിനക്ക് തന്നെയാണ്. നിൻ്റെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കുന്നതിനും നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ പറ്റുന്ന ദേശീയപാത ഒരുക്കുന്നതാണ് ഈ സൽപ്രവർത്തികളുടെ പ്രയോജനം. സൽപ്രവർത്തികൾ ഒരു ദേശീയപാത പോലെയാണ്. അതായത് നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുന്ന വിശാലമായ ഒരു പാതയാണ് സൽപ്രവർത്തികൾ ഒരുക്കുന്നത്. ദാറ്റ് മീൻസ് നീ വിശ്വസിക്കുന്നതെല്ലാം സത്യമാണെന്ന് നീ പ്രയോഗത്തിൽ കാണിച്ചിട്ട് നിൻ്റെ സത്യസന്ധത ദൈവം മനസ്സിലാക്കുന്നത് നിൻ്റെ സുവിശേഷ പ്രവർത്തികളിലൂടെയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, സത്യമായിട്ട് നിൻ്റെ വചനം വിശ്വസിച്ചിട്ട് അത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ദൈവസ്നേഹത്തോടെ എന്നെ വളർത്തണമേ, എന്നെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ.
അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയും. അതുപോലെ തന്നെ സ്നേഹത്തിൽ സംശയത്തിന് സ്ഥാനമില്ല. ഉടമ്പടി ഒരു സ്നേഹത്തിൻ്റെ പദ്ധതിയും പ്രക്രിയയുമാണ്. ശരിക്കും ഉടമ്പടി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പം ഗംഗ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഹിമസനുവിൽ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചു വരുന്നത്. ഉടമ്പടി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉടമ്പടി നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൽ നിന്നുമാണ് ഈ ഉടമ്പടി വരണത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേറെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിനും ഉടമ്പടിയിൽ വിലയില്ല. നിങ്ങൾ പറയത്തില്ല ആദ്യം ആ ദൈവം അടയാളം കാണിക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടുത്ത് കെട്ടി സൽപ്രവൃത്തിക്ക് ഇറങ്ങാമെന്ന് പറയത്തില്ലേ? നിങ്ങൾ ഇറങ്ങിയിട്ട് ആർക്ക് കഞ്ഞി വെക്കാനാണ്? ഒരു കഥയുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഉടമ്പടിയുടെ ബേസിക് എന്ന് പറയുന്നത് ദൈവസ്നേഹം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നിയമാവർത്തനയില്ലേ, നിയമാവർത്തനം 7:9 നോക്കിയേ. ശ്രുതികടെ ഹല്ലേലൂയ. നിയമാവർത്തനം 7:9. നിയമാവർത്തനം 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന വിശ്വസ്തനായ ദൈവം ആണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എന്തിൽ നിന്നാണ്? തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൽ നിന്നാണ് വരുന്നിരിക്കുന്നത് ഉടമ്പടി. ഒന്നിന് വായിച്ച വചനം നിയമാവർത്തനം 7:9 ഒന്നിന് വായിച്ചേ. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുക. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക. അല്ല LTS പാസ്സാക്കണോ? അല്ല, അതൊക്കെ ഇതിൻ്റെ ഇഫക്റ്റാണ്. നിങ്ങൾ അതുമാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കത്തില്ല ഈ സംഭവം. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞത് എന്താണ്? നിൻ്റെ ദൈവത്തെ ഏറ്റവും അടുത്ത ഇക്കാലങ്ങളിലെല്ലാം സ്നേഹിക്കുന്നതിൽ നിന്ന് നിലവാരമുള്ള ഒരു ദൈവസ്നേഹ മനുഷ്യബന്ധത്തിലേക്ക് ഉടമ്പടി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒന്നിന് വായിച്ച വചനം. തന്നെ സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പോൾ ഈ തന്നെ സ്നേഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്നത് എന്താണ്? അചഞ്ചലമായ സ്നേഹം തലമുറകളോളം കാണിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ അലീന എന്ന് പറഞ്ഞൊരു മോളൊരു സാക്ഷ്യം ഉണ്ടായി. അലീനയുടെ സാക്ഷ്യം അനീറ്റ ഫിലിപ്പ്, കാസർഗോഡ്. ഹൃദയാർജകമായ ഒരു സാക്ഷ്യമാണ്. അനീറ്റ ഫിലിപ്പ്, കാസർഗോഡ്. അവരുടെ പ്രശ്നം, അവർ ഇറ്റലി വർക്ക് ചെയ്യുന്നവരാണ്. നാട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചപ്പോൾ പെട്ടെന്ന് വന്നതാണ് 10 ദിവസത്തെ ലീവിന്. പക്ഷെ അത്യാഹിതം സംഭവിച്ചു. മരിപ്പെല്ലാം കഴിഞ്ഞ് അടക്കമെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകേണ്ട കാലമായപ്പോൾ അവരുടെ അയൽവാസിയുടെ ഒരു തെങ്ങ് മണ്ട ഒടിഞ്ഞ് അവരുടെ കാറിൻ്റെ മുകളിൽ വന്ന് വീണ്. അപ്പോൾ അവരുടെ 3.5 വയസ്സുള്ള ഇസബെല്ല എന്ന് പറഞ്ഞ കുഞ്ഞ് ഇതിൻ്റെ അടിയിലായിപ്പോയി. അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. കൊച്ചിനെ കാറിൻ്റെ അടിയിൽ നിന്നാണ് ഊരിയെടുത്തവർ. പക്ഷേ അപ്പോൾ കരഞ്ഞു വിളിച്ചിട്ട് ഈ അനീറ്റയുടെ അമ്മ പറയുന്ന സാക്ഷ്യമുണ്ട്, നിങ്ങൾ കേൾക്കണം, നല്ലതായിരിക്കും അത്. ഒരു അത്യാഹിതത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിനോട് പറയുന്ന കാര്യങ്ങൾ. അമ്മേ, ഞാൻ പോയിട്ട് കാര്യമില്ല, നീ സഞ്ചാരി മാതാവാണെന്ന് എനിക്കറിയാം, നീ പോകണം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആശുപത്രിയിലെന്ന്. ആ സിറ്റുവേഷൻ നോക്കണം നിങ്ങൾ. അമ്മേ, ഞാൻ പോയിട്ട് കാര്യമില്ല, കാര്യം കുഞ്ഞ് മരിച്ചു, ഓൾമോസ്റ്റ് ഓളായിട്ട് മരിച്ചിരിക്കണ പോലെ കാണാം. ഞാൻ പോയിട്ട് കാര്യമില്ല, ഈ ഡെഡ് ബോഡി ആണെങ്കിൽ പോലും അമ്മ പോകണം ആശുപത്രി, നീ സഞ്ചാരി മാതാവാണെന്ന്. പ്രസൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഉടമ്പടിയുടെ ഒക്കാലത്ത് ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലമായി. ഇത്രയും പോപ്പുലർ പ്രസൻസ് ഉള്ള ഒരു പ്രാർത്ഥനാ പദ്ധതി എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല ഉടമ്പടി അല്ലാതെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥന
ചെയ്തിടുകിൽ ജീവിത ധന്യമായി തീർന്നിടും. അവൻ പറയും